അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എൽ നിനോ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ഇക്കുറി ദീർഘകാല ശരാശരിയേക്കാൾ കുറവ് മഴ മാത്രമേ കേരളത്തിൽ ലഭിക്കൂ എന്നാണ് പ്രവചനം. കേരളത്തിൽ ശക്തമായി പെയ്തു തുടങ്ങിയ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ദുർബലമായിരിക്കുകയാണ്. ജൂൺ ആദ്യവാരം സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചെങ്കിലും നിലവിൽ മഴയുടെ അളവിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഇത്തവണ കാലവർഷത്തിന്റെ താളം തെറ്റിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇതോടെ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ കടൽ പ്രക്ഷുബ്ധമല്ലാത്തതിനാൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കും നീക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരക്കെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ടുള്ള നേരിയതോ മിതമായതോ ആയ മഴ തുടർന്നേക്കും. അതേസമയം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എൽ നിനോ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ഇക്കുറി ദീർഘകാല ശരാശരിയേക്കാൾ കുറവ് മഴ മാത്രമേ കേരളത്തിന് ലഭിക്കൂ എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. എങ്കിലും ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമായാൽ സെപ്റ്റംബറോടെ മഴ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില ഉയരുന്നതുവഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മൺസൂൺ കാറ്റുകളുടെ ഗതിയും ശക്തിയും ദുർബലപ്പെടുന്നതാണ് മൺസൂൺ മഴ കുറയുന്നതിന് കാരണം. കേരള തീരത്തേക്ക് സാധാരണയായി വീശിയടിക്കാറുള്ള ഈർപ്പമുള്ള പടിഞ്ഞാറൻ കാറ്റുകളുടെ വേഗത ഗണ്യമായി കുറഞ്ഞതും മഴ കുറയാൻ കാരണമായി. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വലിയ തോതിൽ മഴമേഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അനുകൂലമായ അന്തരീക്ഷ ചുഴികളുടെ അഭാവം മൂലമാണ് അവ കേരള തീരത്തേക്ക് എത്താത്തത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.